ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വെച്ചാൽ എൻ്റെ വീടും സ്ഥലമൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ കണ്ടോട്ടെ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ. പിന്നെ ഇതാണ് ഞങ്ങളെ സിറ്റ് ഔട്ട് അറിയണത്, ഇതാണ് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളെ ബാക്കിലൊക്കെ ഫുള്ള് പറമ്പാണ്, തെങ്ങും തോപ്പാണ്. അപ്പോൾ അതൊക്കെ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടുത്ത് കേട്ടോ. അപ്പോൾ എൻ്റെ മോളും മുന്നിൽ ഓടുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ സ്ഥലം. എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഇത് തോടാണ്. നിങ്ങളവിടെയൊക്കെ എന്താ അതിന് പറയാമെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. തോട്, ചാല് അങ്ങനെയൊക്കെ ഞങ്ങൾ പറയൽ. പിന്നെ ഫുള്ള് ഓല ഇതൊക്കെയാണ്, തെങ്ങുന്തോപ്പാണല്ലോ. അപ്പോൾ ഫുള്ള് അതാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല എന്താ പറയുക, പുല്ലും ഇതൊക്കെ ഉണ്ടാവലുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ വേനലായപ്പോൾ ഇതാക്കിയതാണ്. അതുപോലെ ഇവിടെയൊക്കെ തോടായിരുന്നു, ഓല ഇട്ടോടത്തൊക്കെ. അപ്പോൾ അതൊക്കെ തൂർക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മോള് മുന്നിൽ നടക്കുന്നുണ്ട്. അവൾക്ക് ഇവിടെ ഓടാനും ചാടാനൊക്കെ നല്ല സ്ഥലം ഉണ്ടായപ്പോൾ ഓളിങ്ങനെ ഇതാക്കട്ടെ. ഏട്ടൻ്റെ അവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അവിടെ ഉണ്ടാവും കേട്ടോ, ഞാനറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനത്തെ സ്ഥലമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഇതാക്കിയത്. അപ്പോൾ ഇതൊക്കെ തോടാണ്, തോട്, തെങ്ങും തോപ്പ്. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ചെറുതാകുമ്പോഴൊക്കെ ഫുള്ള് ഓടി നടന്നിരുന്ന സ്ഥലമാട്ടോ ഇതൊക്കെ തോടുകളാണ്. ഈ തോടൊക്കെ തൂർക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, ചകിരിയൊക്കെ നിറയ്ക്കുന്നത്. ചകിരി തേങ്ങ ഇട്ടാൽ ചകിരിയൊക്കെ ഇട്ട് നിറച്ചിട്ട് തോടൊക്കെ തൂർക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാട്ടോ അതൊക്കെ. പിന്നെ ഇങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഞങ്ങളിവിടുത്തെ പുഴയാണിത്. പുഴ ശരിക്കും ഇതിൻ്റെ പേര് കനോലിക്കനാൽ എന്നാണ്. അപ്പോൾ അതൊക്കെ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, പുഴൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ കനോലിക്കനാൽ എന്ന് പറയുന്ന ഞങ്ങളെ പുഴ. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് നമ്മളെ ചെറിയ സൂര്യകാന്തി ഉണ്ട്, ഈ പൂക്കളത്തിലൊക്കെ ഇടണേ. അത് ഞങ്ങൾ ഇവിടെ നല്ലോണം ഉണ്ടാവലുണ്ട് അത്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇത് ഒന്നുള്ളൂ. ഇപ്പോൾ ഓണ സീസൺ ആകുമ്പോൾ, അത്തത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നല്ല ഉണ്ടാവും കേട്ടോ. ഇവിടെ നിറയെ പൂവാവും, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചെടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ പുഴ. പിന്നെ അതുപോലെ പുഴയിൽ എരുന്ത്, കാരെരുന്ത്, കറുത്തിട്ടുള്ള എരുന്താണ്, അതുണ്ടാവലുണ്ട്. ഇപ്പം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാവും അതിൽ ഇല്ല, ഇപ്പം ഇല്ല കേട്ടോ. മറ്റേത് നല്ല ഉണ്ടാവലുണ്ട്. പിന്നെ എല്ലാവരും പിടിക്കാനൊക്കെ വരും ഓരോ സ്ഥലത്തു നിന്നൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിൽ പിടിക്കാനെന്നുള്ള പേരിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വെള്ളത്തിൽ കളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കിയെന്നാണ്. അപ്പോൾ പിന്നെ ആണെങ്കിൽ പുഴൻ്റെ അപ്പുറത്ത് ഇതേപോലെ തന്നെയാണ്, ഫുള്ള് എന്താ പറയുക, ഇത് തന്നെയാണ്, തെങ്ങും തോപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു റോഡുണ്ട്. ആ റോഡ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറം കടലാണ്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അതിൻ്റെ പേര് അറിയില്ല. അപ്പോൾ പിന്നെ ഇവിടെ ആണെങ്കിൽ പോത്തിനൊക്കെ കൊടുക്കാൻ തീറ്റക്കൊക്കെ കൊടുക്കലുണ്ട് അത്. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചോദിച്ചത്. പിന്നെ ഇതിൻ്റെ മോള് വരുന്നുണ്ട്, വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ കാലെന്താ അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ അത് നോക്കിക്കുക കേട്ടോ, വാന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ സ്ഥലം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതൊക്കെ ഞങ്ങൾ കളിച്ച് വളർന്ന സ്ഥലം. അതുപോലെ പിന്നെയാണ് ഇത് തെങ്ങിൻ്റെ മോൾ ഭാഗം കേട്ടോ. അത് ഞാനൊരു ഇതിനിങ്ങനെ എടുത്തതാണ്, നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ മേപ്പോട്ട് നോക്കുമ്പോൾ കാണാൻ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കാം കേട്ടോ. വീട്ടിലാണിത്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ മുളകിന് എന്താ പറയാമെന്നൊന്ന് പറയണേ. ഇതിന് ഞങ്ങൾ പറയൽ ചീനമുളക് എന്നാണ്. നിങ്ങളവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ പേര്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ. അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി. വീട്ടിൻ്റെ സൈഡിലുള്ള ചെടികളാട്ടോ അതൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.